ആലപ്പുഴയിൽ യുവാവിനെ കള്ളക്കേസിൽപ്പെടുത്തിയെന്ന പരാതിയിൽ വിശദീകരണവുമായി നൂറനാട് പോലീസ്. പോലീസുകാർ വാഹനങ്ങൾ അടിച്ചു തകർത്തു, വ്യാജ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു തുടങ്ങിയ ആരോപണങ്ങൾ മനഃപൂർവ്വമായ ഗൂഢാലോചനയാണെന്നാണ് വിശദീകരണം. എന്നാൽ പോലീസ് മർദ്ദിക്കുകയും കള്ളക്കേസ് എടുക്കുകയും ചെയ്തുവെന്ന പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കറ്റാനം സ്വദേശി സാലു സജി. അതിക്രമം നടത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയും മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. യുവാക്കൾ ചേരിതിരിഞ്ഞ് തമ്മിൽ തല്ലുന്നതും പോലീസിനെ കണ്ട് ഭയന്നോടുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഉദ്യോഗസ്ഥരുടെ ന്യായീകരണം. പോലീസ് എത്തിയില്ലായിരുന്നുവെങ്കിൽ അത്യാഹിതങ്ങൾ നടക്കുമായിരുന്നു. ഇക്കാര്യങ്ങൾ മറച്ചുവെച്ചാണ് ഇപ്പോൾ വ്യാജ പ്രചാരണങ്ങൾ നടക്കുന്നത്. ഇതിന് പിന്നിൽ സ്ഥലത്തെ മണൽ മാഫിയ സംഘങ്ങളാണെന്നും നൂറനാട് സിഐ ടി ശ്രീജിത്ത് വിശദീകരിച്ചു. എന്നാൽ കള്ളക്കേസ് എടുത്തിട്ടില്ലെന്ന വാദം തെറ്റാണെന്ന് പുറത്തുവന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ പോലീസിനെതിരായ പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ് കറ്റാനം സ്വദേശി സാലു സജി. പോലീസ് വരികയും CI എന്നെ ഇവിടെ ഇടിക്കുകയും തന്നു, ബാക്കിയുള്ളവരെ ലാത്തിയൊക്കെ വെച്ച് അടിക്കുകയും വയറ്റത്ത് കുത്തുകയൊക്കെ ചെയ്തു. എന്നെ കൊണ്ടുവന്ന് ആ സ്ഥലത്ത് കൊണ്ടുവന്നപ്പോഴത്തേക്കും എന്റെ മുന്നിൽ ഇട്ടാണ് ഇവർ വണ്ടിയെല്ലാം ചവിട്ടി താഴെ ഇട്ട് അടിച്ച് പൊട്ടിക്കുകയൊക്കെ ചെയ്ത്. കറ്റാനം തെക്കോട്ടുതുരുത്തിയിൽ ദേവീക്ഷേത്രത്തിനടുത്ത് പുതുവർഷ പുലരിയിൽ പരിശോധനയ്ക്കെത്തിയതറിഞ്ഞ് യുവാക്കൾ ഓടിയെന്നും ഈ സമയത്ത് വാഹനങ്ങൾ തകർത്ത നിലയിൽ കണ്ടെത്തിയെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത്. എന്നാൽ പോലീസുകാർ നടത്തിയ അതിക്രമങ്ങൾ തെളിവ് സഹിതം പുറത്തു വന്നിട്ടുണ്ടെന്നും കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നുമാണ് ഡിവൈഎഫ്ഐയുടെ ആവശ്യം. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രിക്കും പോലീസ് കംപ്ലയിന്റ് അതോറിറ്റിക്കും ഡിവൈഎഫ്ഐ പരാതി നൽകിയത്. നിരപരാധികളായ ചെറുപ്പക്കാർക്കെതിരെ കള്ളക്കേസെടുക്കുന്ന നൂർനാട് പോലീസിന്റെ നടപടികൾ അത് വ്യക്തമായി കാണിക്കുന്നതാണ് CCTV ഫുട്ടേജ്. അവിടെ നിന്നിരുന്ന ഒരു ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ടുപോയി ബാക്കിയുള്ള ചെറുപ്പക്കാരെല്ലാം ചേർന്നാണ് ആ വാഹനങ്ങൾ തല്ലി തകർത്തത് എന്ന രീതിയിൽ ഒരു വ്യാജ എഫ്ഐആർ തയ്യാറാക്കുകയാണ് നൂർനാട് CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തിരിക്കുന്നത്. നൂറനാട് പോലീസിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് അറിഞ്ഞെങ്കിലും പരാതി ലഭിച്ചിട്ടില്ലെന്ന് ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ റിപ്പോർട്ടറിനോട് പറഞ്ഞു. പരാതി ലഭിച്ചാലുടൻ അന്വേഷണം നടത്തുമെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു. റിപ്പോർട്ടർ, ആലപ്പുഴ.